ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരു കുഞ്ഞുമായി അമ്മ കോടതിയിൽ നിൽക്കുന്നു. മറുഭാഗത്ത് കോപിഷ്ഠനായ അവളുടെ ഭർത്താവ്. മദ്യപനും വഴക്കാളിയുമായ അയാൾ ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചതാണ്. തനിക്കും കുഞ്ഞിനും ഉപജീവനത്തിനുള്ള വക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ കോടതിയെ സമീപിച്ചതായിരുന്നു. പക്ഷേ അയാൾ ഒട്ടും വഴങ്ങുന്ന മട്ടില്ല. ജഡ്ജിയുടെ ഉപദേശങ്ങളൊന്നും അയാൾ കൈക്കൊണ്ടില്ല. അയാൾക്ക് ശിക്ഷ നൽകിയതുകൊണ്ട് ആ സ്ത്രീയുടെയും കുട്ടിയുടെയും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ജഡ്ജി സൗമ്യതയോടെ ആ യുവാവിനോട് പറഞ്ഞു, സഹോദര, ഈ സ്ത്രീ ഏറെ നേരമായി ആ കുഞ്ഞിനെയും എടുത്ത് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അല്പസമയത്തേക്ക് ആ കുഞ്ഞിനെ ഒന്നെടുക്കാമോ? കേസിന് പരിഹാരം നമുക്ക് കണ്ടെത്താം. അയാൾ ജഡ്ജിയുടെ വാക്കുകൾക്ക് അനുകൂലമായി പ്രതികരിച്ചു. ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞ് ഇരു കൈകളും അയാളിലേക്ക് നീട്ടി. ആ പിതാവ് ഒരു കൊച്ചു മാലാഖയെയാണ് ആ കുഞ്ഞിൽ കണ്ടത്. എല്ലാം മറന്ന് ആ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്കെടുത്തു. ആ ഓമന കുഞ്ഞിനെ പലവട്ടം ചുംബിച്ചു. ദിവ്യമായ ഒരനുഭൂതിയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. പശ്ചാത്താപം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരായി ഒഴുകി. പാറ പോലെ കഠിനമായ ഹൃദയം അലിഞ്ഞു. അടുത്ത് നിൽക്കുന്ന ഭാര്യയോട് ക്ഷമ ചോദിച്ചു. ഇരുവരും ജഡ്ജിയോട് നന്ദി പറഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങി. അകന്നു നിന്നവരെ ഒന്നിപ്പിക്കുവാനുള്ള മാസ്മര ശക്തി ആ കുഞ്ഞിനുണ്ടായിരുന്നു. ബേത്ലഹേമിൽ പിറന്ന യേശുവിൽ കണ്ടതും അതുതന്നെ. ക്രിസ്തുമസ് അനുരഞ്ജനത്തിൻ്റെ അനുഭവമാണ്. സ്വർഗത്തെയും ഭൂമിയെയും ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ദൗത്യമാണ് യേശുവിൻ്റെ പിറവിയിൽ നടന്നത്. എഫേസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.